അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സമയം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വെന്തതിന് ശേഷമാണല്ലോ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ അല്ലല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നത്, പല പല രീതിയിലാണ്. ഞാനിങ്ങനെ കേട്ടോ സാമ്പാർ വയ്ക്കണത്. കുഴപ്പമൊന്നുമില്ല, സാമ്പാറൊക്കെ തന്നെയാണ്. പിന്നെ സാമ്പാറിൻ്റേതായ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടൂല എന്ന് മാത്രം. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ്. ചുമ്മാ ആവശ്യമില്ല അതെല്ലാം കൂടെ വെറുതെ അരിഞ്ഞുറക്കി ഇട്ടിട്ട് പിന്നെ അത് കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ഇടുകയാണെങ്കിൽ സാമ്പാറിന് വേറൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരുപാട് ഇട്ടുണ്ടാക്കുന്ന ടേസ്റ്റും കുറച്ചുണ്ടാക്കുന്ന ടേസ്റ്റും വേറെ വേറെ ആലോ. നമുക്ക് ഇതാണ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ. പിന്നെ പരിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തേക്ക് ഒരു 2 പച്ചമുളകും കയറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ വെക്കേണ്ടത്. കാരണം പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതല്ലോ. അപ്പോൾ പിന്നെ വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ ഇവിടെ ഏകദേശം സെറ്റായിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുക. പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടി നമ്മൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടുമ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇടും കേട്ടോ. അതായത് ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും അരിയൊക്കെ അരച്ച് മെനക്കെടണമല്ലോ. അപ്പോൾ 2 ദിവസത്തേക്ക് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തെ കാര്യം നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ്. എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും, ഇഡ്ഡലി ഉണ്ടാക്കി പിറ്റേന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് ബാക്കി വെക്കുന്നവരായിരിക്കാം മിക്കവാറും വരും. അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്കുള്ള തട്ടൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ എണ്ണ ഗ്രീസ് ചെയ്യണ പ്രൊഡക്റ്റ് ഞാൻ അടുത്ത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലക്കുറവിൽ 100 രൂപ താഴെ വിലയുള്ളൂ. കുറേ ആയിട്ട് ഞാനിങ്ങനെ ഒരു ഐറ്റം അന്വേഷിച്ച് നടക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കത് തുറന്നിരിക്കാത്ത രീതിയിൽ വയ്ക്കുകയും വേണം. അപ്പം തന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ബ്രഷും കൊണ്ട് നമുക്ക് ഗ്രീസ് ചെയ്യാൻ പാകത്തിനുള്ള സൗകര്യത്തിന് ഒരു പാത്രം, ഒരു ഐറ്റം ഞാൻ കുറേ ആയി തപ്പി നടന്നത്. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുന്ന പാത്രത്തിൽ തന്നെ ബ്രഷും കൂടെ ഇട്ട് വയ്ക്കണ സൗകര്യം വേണം. അതായത് ബ്രഷ് ഇട്ട് വയ്ക്കുകയും വേണം, എന്നാൽ എണ്ണ തുറന്നിരിക്കാനും പാടില്ല. അങ്ങനെ ഒരു സംഭവം കുറേ ആയി തപ്പി നടന്നിട്ട് ലാസ്റ്റാണ് എനിക്ക് മീഷോന്ന് ഈ ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ വേണ്ടി ചെക്ക് ചെയ്ത് കേട്ടോ. റേറ്റ് ഒന്നുമില്ല, 100 രൂപ താഴെ റേറ്റുള്ളൂ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പ്രൊഡക്റ്റ്. സംഭവം പ്ലാസ്റ്റിക്കാണ്, പക്ഷെ നമുക്ക് എണ്ണ ജസ്റ്റ് ഒന്ന് ആ ഒരു ടൈമിൽ മാത്രം എടുത്ത് യൂസ് ചെയ്യാനല്ലേ. അപ്പോൾ പിന്നെ അത് മതിയല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകിയതിന് ശേഷം കട്ട് ചെയ്യേണ്ട വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെണ്ടയ്ക്ക, തക്കാളി, സവാള, അതൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ എണ്ണ ചൂടാക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. അതായത് ചുമ്മാ തക്കാളിയും സവാളയും വെച്ചിട്ടുള്ള ചമ്മന്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ വെറുതെ വൈറ്റ് കളർ ചമ്മന്തി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചമ്മന്തിയിലേക്ക് മാറിയതാണ് കേട്ടോ. ചിലപ്പോൾ ഒരു വൈറ്റ് കളർ ചമ്മന്തി, ഈ റെഡ് കളർ ചമ്മന്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ സാമ്പാറും ഈ ചട്നിയും. എന്തായാലും ഇപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ ഈ ഒരു ചട്നി മസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് തക്കാളി, സവാള, പിന്നെ ചുവന്നുള്ളതൊക്കെ ഇട്ട് വഴറ്റി അതെല്ലാം കൂടെ അരച്ചെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.